بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1352 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ 28-29 ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് ആ കാര്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകൾ, അതിലടങ്ങിയിട്ടുള്ള ആശയം അല്ലാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, അതിലെ നിർദ്ദേശങ്ങൾ നൽകുന്നതും നമ്മെ തന്നെ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചുകൊണ്ടാണ് അല്ലാഹു അവന്റെ ഏകത്വത്തിൽ പങ്കാളികളെ സ്വീകരിക്കുന്ന നടപടിയെ എത്ര ധിക്കാരപരമായതാണ് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആയത്തുകളിലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടായി. നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള ആളുകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നിങ്ങളെപ്പോലെ അവകാശമുള്ള, നിങ്ങളോട് തുല്യതയുള്ള വിധത്തിൽ പങ്കാളികളായിട്ട് നിങ്ങൾ കാണുന്നില്ല. അവരുടെ കാര്യത്തിൽ അവരുടെ പങ്കാളിത്തം നിങ്ങളുടെ ഇടപെടൽ കാരണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തെ നിങ്ങൾ ഭയക്കുന്നുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള ഈ പ്രപഞ്ച സാകല്യത്തിലെ പല സംഗതികളെയും അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വമുള്ളവരായും
ദിവ്യത്വത്തിൽ പങ്കാളികളായും കണക്കാക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഈ ഒരു കാര്യമാണ് അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആയത്തുകളിലായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. നിഷേധികൾ അവരുടെ മനോവിലാസങ്ങളെയും തോന്നലുകളെയുമാണ് പിൻപറ്റുന്നത്. യാതൊരു ജ്ഞാനപരമായ അടിത്തറയും അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവര് പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു ജ്ഞാനപരമായ അടിത്തറയുമില്ല എന്നൊരു കാര്യം അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്തു. അള്ളാഹു ആരെയെങ്കിലും വഴിപിഴക്കാൻ അല്ലെങ്കിൽ മാർഗഭ്രംശത്തിൽ അങ്ങ് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നവരായിട്ട്, അവരെ രക്ഷപ്പെടുത്തുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന കാര്യം കൂടി അള്ളാഹു അവിടെ പറഞ്ഞു വെച്ചു. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ആളുകളുടെ ആയത്തുകളുടെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ആയത്തുകൾ വരുന്നത്. എന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്നാണ്. നിന്റെ മുഖത്തെ നീ ഏകാഗ്രതയോടുകൂടി ദൈവിക വ്യവസ്ഥക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഫ എന്നൊരക്ഷരമാണ് ഇതിന്റെ തുടക്കം. ആയതിനാൽ എന്നൊരർത്ഥമാണ് അതിന് കൽപ്പിക്കപ്പെടുന്നത്. ആ ഒരക്ഷരം മാത്രമുള്ള വാക്ക് എന്ന് പറഞ്ഞ തൊട്ടു മുകളിലെ ആയത്തുകളിൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ മുൻനിർത്തിക്കൊണ്ട് ആ ആയത്തുകളില് ആയത്തുകളിലൂടെയായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾ നിങ്ങൾക്ക് അംഗീകാരയോഗ്യമായിട്ട് തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങൾ സ്വീകരിച്ച് ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ നിർദ്ദേശം പാലിക്കുക എന്നാണ് അല്ലാഹു പറയുന്നത് ഇവിടെ. ഫഅഖിം, അങ്ങനെയെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അഖിം വജ്ഹക, നിന്റെ മുഖത്തെ നീ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ നീ നിലക്കൊള്ളണം. ലിദ്ദീനി ഹനീഫ, ഋജുമാനസനായിക്കൊണ്ട് അല്ലെങ്കിൽ ഏകാഗ്രതയുള്ളവനായിക്കൊണ്ട് ദീനിന് വിധേയപ്പെട്ട നിലക്ക് നീ നിലക്കൊള്ളണം. ഇതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, അവന്റെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് നിലക്കൊള്ളുന്ന ജീവിത നിലപാടിനാണ്, അല്ലെങ്കിൽ ആ ജീവിത സമീപനത്തിനാണ് ദീൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവാണ് പരമാധികാരി, പ്രപഞ്ച സാകല്യത്തിന്റെ ഒരേ ഒരു ആരാധ്യനായ ദൈവം അള്ളാഹുവാണ് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ അവന് വിധേയപ്പെടുക എന്ന ജീവിത വ്യവസ്ഥയെ അംഗീകരിച്ച് ഏകാഗ്രതയോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി, നീ നിന്റെ മുഖത്തെ ദീനിന് വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നീ ആ ദീനിന് പൂർണ്ണമായിട്ട് വിധേയത്വവും പ്രതിബദ്ധതയും ഒക്കെ നൽകിക്കൊണ്ട് അതിൽ നിലകൊള്ളുക. എങ്ങനെയാണ്? ഹനീഫ, ഏകാഗ്രതയോടുകൂടി, ഋജുമാനസതയോടുകൂടി, മറ്റ് ഒന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ, മറ്റൊന്നിനും ഒരു തരിമ്പ് പോലും പരിഗണന നൽകാതെ നീ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ജീവിത സരണിയിൽ പൂർണ്ണമായ പ്രതിബദ്ധതയും ഏകാഗ്രതയും കാണിച്ചുകൊണ്ട് നീ നിന്റെ പൊസിഷൻ ഉറപ്പിച്ചു നിർത്തുക. ഇതാണ് അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ ഈ ദൈവിക സരണി, ഈ ജീവിത മാർഗം, ഈ ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഒരു ജീവിതയാത്രയാണ് നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് തോണികളിൽ നിങ്ങൾ കാലിടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ടും വിധേയത്വം പൂർണ്ണമായും അവന് നൽകിക്കൊണ്ടും അവന് മാത്രം അടിമപ്പെട്ടുകൊണ്ടുമുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വേണം ഏകാഗ്രതയോടുകൂടി ആ ജീവിത ദർശനത്തിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വേണം നീ നിലക്കൊള്ളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വാചകമെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ജീവിത സരണി പിന്തുടരാൻ സന്നദ്ധരാവുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള നിർദ്ദേശമായിട്ടാണ് അള്ളാഹു ഇക്കാര്യം ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുന്ന ആ ദീൻ, അത് അള്ളാഹുവിനെ പരമാധികാരിയായി കണ്ടുകൊണ്ട് സമ്പൂർണമായ സമർപ്പണം അള്ളാഹുവിന് മാത്രമാണ് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിത സരണിയിൽ പ്രവേശിക്കുന്ന ആളുകൾ ഹനീഫായിട്ട് വേണം അത് നിർവഹിക്കാൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയുള്ളവനായിക്കൊണ്ട് വേറൊരു അഗ്രത്തേക്കുള്ള നോട്ടം തിരിച്ചിലും ഒന്നും പാടില്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരൊറ്റ ദിശയേ ഉള്ളൂ. ഒരുപാട് വഞ്ചികളില് കാലിട്ടുകൊണ്ടുള്ള ഒരു സഞ്ചാരമല്ല ഇത്. അടിസ്ഥാന തത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് വേറെ എങ്ങോട്ടെങ്കിലും ദിശ തിരിച്ചു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കുന്ന ഒരവസ്ഥ പാടില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് വേണം നീ നിലക്കൊള്ളാൻ. അതില് ഋജുമാനുസത നീ കാണിച്ചുകൊണ്ടിരിക്കണം. ഹനീഫായിരിക്കണം. ഹനീഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് ഒരർത്ഥം. ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോവാതെ വേറെ പലതിലേക്കും കണ്ണുകൾ അങ്ങ് പാളിപ്പോവാതെ അവനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതയാത്രയാണ്, ആ ഒരു സമീപനമാണ് നീ സ്വീകരിക്കേണ്ടത് എന്നതാണ് അല്ലാഹു ഇവിടെ പറയുന്ന കാര്യം. അതുകൊണ്ട് മറ്റു പലതിലും ജീവിത ദർശനത്തിന്റെ കാര്യമായാലും അതുപോലെ ഉപജീവനത്തിന്റെ കാര്യമായാലും ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുടെ കാര്യമായാലും അതിലൊന്നും തന്നെ ഒരുപാട് വഴികളിലേക്ക് നീ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിന്റെ വജ്ഹിനെ നീ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഈ ദീനിലാണ്. അത് അള്ളാഹുവിനെ പരമാധികാരിയായി കണ്ടുകൊണ്ട് അവന്റെ അടിമയാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിബദ്ധത പൂർണ്ണമായും അവന് നൽകിക്കൊണ്ട് മറ്റ് ജീവിത മാർഗങ്ങളിലേക്ക് തിരിയാതെ മറ്റ് വിശ്വാസധാരകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഈ ദിശയിൽ നീങ്ങുന്നവനായിട്ട് നീ നിലക്കൊള്ളണം എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. എന്നിട്ട് ആ ദീനിന്റെ ഋജുമാനസനായിക്കൊണ്ട് പിന്തുടരേണ്ട അല്ലെങ്കിൽ സ്വയം പൊസിഷൻ ഉറപ്പിച്ചു നിർത്തേണ്ട ആ ജീവിത സരണിയെ അള്ളാഹു വിവരിക്കുകയാണ്. ഫിത്രത്ത് അല്ലാഹില്ലദീ ഫത്തറന്നാസ അലൈഹ. മനുഷ്യനായി അള്ളാഹു നൽകിയിട്ടുള്ള ശുദ്ധ പ്രകൃതമാണത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയപ്പെടുക, അവന്റെ പൂർണ്ണമായിട്ട് അവൻ അർപ്പിച്ചുകൊണ്ട് നിലക്കൊള്ളുക, അവന് വിധേയത്വം കാണിച്ചുകൊണ്ട് നിലക്കൊള്ളുക എന്നത് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള സ്വതസിദ്ധമായ പ്രകൃതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റാളുകളുടെയോ ചിന്താധാരകളുടെയോ ദർശനങ്ങളുടെയോ അമിതമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും താല്പര്യങ്ങളും ഒരാളെ ഏശുന്നില്ലെങ്കിൽ, ശുദ്ധമായ പ്രകൃതത്തിൽ ഒരാള് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ജീവിത സരണി ഇതായിരിക്കും. ഇതാണ് അള്ളാഹു പറയുന്നത്. മാതാപിതാക്കളോ സമൂഹമോ ചുറ്റുപാടുമുള്ള ആളുകളോ വിദ്യാഭ്യാസമോ അതുപോലെ നമുക്ക് ബന്ധമുള്ള രാഷ്ട്രീയ മത
വിഭാഗങ്ങളോ ചെലുത്തുന്ന സ്വാധീനമില്ലാത്ത വിധത്തിൽ ഒരാള് ജീവിത സരണി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, എന്നിട്ട് ആ പാതയിൽ നിലകൊള്ളുകയാണെങ്കിൽ അവൻ തെരഞ്ഞെടുക്കുന്ന ജീവിത സരണി ഇതായിരിക്കും. കാരണം ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, ഇതാണ് അള്ളാഹു മനുഷ്യനായിട്ട് നൽകിയിട്ടുള്ള ശുദ്ധ പ്രകൃതം. എല്ലാവരും ജന്മന സൃഷ്ടാവായ ഏകനായ റബ്ബിനെ അംഗീകരിക്കുന്ന, അവന് വിധേയപ്പെടുന്ന ഒരു മനോഘടനയോടുകൂടിയാണ് ഈ ഭൂമുഖത്ത് എത്തുന്നത്. അതിനുശേഷമാണ് പലവിധ സ്വാധീനങ്ങളിലും പെട്ട് അവര് പല വിഭിന്നങ്ങളായ വഴികളിലേക്കും നീങ്ങുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിവരണങ്ങളിലൂടെയായിട്ട് വിശദമാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തിരിയാം. അതിന്റെ മുമ്പായിട്ട് ഈ ആയത്തുകളുടെ വിവരണം പൂർത്തിയാക്കാം. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, ജനങ്ങളെ, മനുഷ്യരെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശുദ്ധ പ്രകൃതമാണിത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയപ്പെടുക എന്ന ജീവിത സരണി പിന്തുടരാൻ ഇഷ്ടപ്പെടുന്ന ആ പ്രകൃതം, അത് ഉൾക്കൊള്ളാൻ, അതിലേക്ക് മുഖം തിരിച്ചു നിൽക്കാൻ മനസ്സിനെ എളുപ്പത്തിൽ അതിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യന് ജന്മപരമായി തന്നെ നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് മനുഷ്യന്റെ ഫിത്രത്ത്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിന്റെ ആ സൃഷ്ടിപ്പിന്, അള്ളാഹു നൽകിയ ശുദ്ധ പ്രകൃതത്തിന് അതിനെ നിങ്ങൾ മാറ്റിമറിക്കുന്ന ഇടപെടൽ നടത്താൻ പാടില്ല. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഓരോന്നിനും അതിന്റെ ശുദ്ധ പ്രകൃതം. ആ ശുദ്ധ പ്രകൃതം തകർക്കുന്ന വിധത്തിൽ, നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. അതാരും ചെയ്യരുത്. അള്ളാഹു പലർക്കും അതിനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ നൽകിയിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹു നൽകിയ ഫിത്രത്ത്, അള്ളാഹു ജന്മപരമായിട്ട് തന്നെ ഓരോരുത്തർക്കും നൽകിയ ഫിത്രത്തുണ്ട്, പ്രകൃതമുണ്ട്. ആ പ്രകൃതം കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ലാ തബ്ദീല ലിഖൽഖില്ല, ഈ അട്ടറൻസിന്റെ ലാ തബ്ദീല ലിഖൽഖില്ല എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള, പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരായത്താണ്, അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ ശകലമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു നൽകിയിട്ടുള്ള ആ പ്രകൃതത്തില് ഇടപെട്ട് അതിനെ മാറ്റിമറിച്ചുകൂടാ. അതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാവതല്ല. നിങ്ങൾ അങ്ങനെ ഒരു വിരുദ്ധമായ, പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ പോകാവതല്ല. തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു, ഇത് തന്നെയാണ് ഏറ്റവും ഋജുവായ, ഏറ്റവും സത്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിത സരണി. ദാലിക ദീനുൽ ഖയ്യിം, തികച്ചും ഋജുവായ സത്യാധിഷ്ഠിതമായ ദീന് ഈ പറഞ്ഞിരിക്കുന്നതാണ്. ജന്മപരമായി അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുള്ള ശുദ്ധ പ്രകൃതം, ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ എന്ന് ഇവിടെ വിവരിച്ചിട്ടുള്ള ആ ഒരു ദീനുണ്ട്. ആ ദീനിന് വിധേയപ്പെട്ടുകൊണ്ട്, അതിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നിലക്കൊള്ളണം എന്നാണ് അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുന്നത്. അതാണ് ഏറ്റവും ഖയ്യിമായിട്ടുള്ള ദീന് എന്നുകൂടി അള്ളാഹു ഇവിടെ പറയുകയാണ്. ഖയ്യിം എന്നത് ഖാമ എന്ന റൂട്ട് വേർഡിൽ ഉള്ളൊരു വാക്കാണ്. അഖിം എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആ അഖിം എന്നതിൽ അടങ്ങിയിട്ടുള്ളതും ഈ ഖയ്യിം എന്ന വാക്കിന്റെ അതേ ആശയം തന്നെയാണ്. ഋജുവായ, സ്ട്രെയിറ്റ് ആയ, അതുപോലെ സത്യാധിഷ്ഠിതമായ, വക്രതയോ വളവോ ഒന്നും ഇല്ലാത്തതായ
എന്നാണ് അത് നൽകുന്ന സൂചന. ലാ തബ്ദീല ലിഖൽഖില്ല ദാലിക ദീനുൽ ഖയ്യിം, ഏറ്റവും ഖയ്യിമായ, ഏറ്റവും ഒരു ഡിസ്റ്റോർഷനും വിധേയമായിട്ടില്ലാത്ത ദീന്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന പ്രപഞ്ചനാഥനായ റബ്ബിന് വിധേയപ്പെടുക എന്ന അവന്റെ സ്വാഭാവിക പ്രകൃതം, ഇതാണ് ദാലിക ദീനുൽ ഖയ്യിം, അതാണ് സത്യമതം. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും അതിന്റെ തുടക്കഘട്ടത്തില് അള്ളാഹുവിന് വിധേയപ്പെടുക എന്ന, സൃഷ്ടാവായ റബ്ബിന് വിധേയപ്പെടുക എന്ന ഈ ദീനുൽ ഖയ്യിം മുന്നോട്ട് വെച്ചിട്ടുള്ള മതങ്ങൾ തന്നെയാണ്. എല്ലാ മതങ്ങളും പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജീവിത ദർശനങ്ങളും അടിസ്ഥാനപരമായി തുടക്കത്തില് ഈ ദീനുൽ ഖയ്യിം തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാലങ്ങൾ കൊണ്ട് മനുഷ്യർ അതിൽ പല വിധത്തിലുള്ള കൈകടത്തലുകൾ നടത്തുകയും പല വിധത്തിലുള്ള വ്യതിചലനങ്ങൾക്ക്, അതുപോലെ വക്രമാക്കുന്നതിന് അതിനെ അവർ വിധേയമാക്കുകയും ചെയ്തു എന്നതാണ് സത്യം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്ത് അവശേഷിക്കും എന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാ മതങ്ങളിലെയും സത്യമായിട്ട് എന്താണോ അവശേഷിക്കുന്നത് അതാണ് അവശേഷിക്കുക. അപ്പൊ എല്ലാ മതത്തിലും അടിസ്ഥാനപരമായ സത്യത്തിനോട് യോജിക്കുന്ന എന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടുത്തപ്പെടുന്ന വിധത്തിലാണ് അള്ളാഹു അംഗീകാരം നൽകുക എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശത്തിന്റെ ആകത്തുക. ക്രൈസ്തവ മതം, യഹൂദ മതം, അതുപോലെയുള്ള ഇനി വേറെ ഏതെങ്കിലും മതങ്ങൾ പരിഗണിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും ദൈവിക മതവുമായിട്ട് പല ഘട്ടങ്ങളിലും ബന്ധമുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ച് അത് വ്യത്യസ്തമായ പലതുമായി മാറുകയായിരുന്നല്ലോ ഉണ്ടായത്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മതങ്ങളുടെ ചരിത്രത്തിന്റെ ആകത്തുക. അപ്പൊ ഇതില് എല്ലാ മതങ്ങളിലും ദൈവിക മതത്തിന്റെ ദീനുൽ ഖയ്യിമിന്റെ ചില അംശങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ടാവും. ആ അംശങ്ങൾ, സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന അംശങ്ങൾ എന്തൊക്കെയാണോ അതാണ് അവശേഷിക്കുന്നതും ആത്യന്തികമായിട്ട് ദൈവികമായി അംഗീകരിക്കപ്പെടുന്നതുമായത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഋജുവായ, സത്യാധിഷ്ഠിതമായ, നേരായ, ചൊവ്വായ ജീവിത പന്താവ് അല്ലെങ്കിൽ ദൈവിക സരണി. വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, പക്ഷെ ആളുകളില്, മനുഷ്യരില് കൂടുതൽ പേരും ഈ കാര്യം മനസ്സിലാക്കുന്നേയില്ല. മതഭക്തി ഉണ്ടാവുക എന്നത് ഏതെങ്കിലും സംഗതികളില്, ബേസ്ലെസ് ആയ കാര്യങ്ങളില് ഭക്തി കാണിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നത് നല്ലതാണ് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് പല മത അനുയായികൾക്കുള്ളത്. അയാള് വളരെ ഭക്തനായ ഒരാളാണ്, പക്ഷെ ആരോടാണ് ഭക്തി കാണിക്കുന്നത്? തെറ്റായ ഒരു സംഗതിയോട് ഭക്തി കാണിക്കുക, അല്ലെങ്കിൽ അനർഹനായ ഒരു ശക്തി എന്ന് ഒരു ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനോട് ഭക്തി കാണിക്കുക എന്നത് ഒരു നന്മയല്ല, അതൊരു തെറ്റാണ്, തിന്മയാണത്. ഭക്തി കാണിക്കേണ്ടത് അത് അർഹിക്കുന്ന ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനോടാണ്. വ്യതിചലനങ്ങളല്ല, അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്ക് നീങ്ങുന്നതല്ല പിന്തുടരപ്പെടേണ്ടത്. അപ്പോ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാതെ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താതെയുള്ള ഒരു ജീവിത പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രയോ ആളുകളെ കാണാൻ കഴിയും, ഒരുപാട് പണവും സമയവും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് ഭക്തി മാർഗത്തിൽ നിലകൊള്ളുകയാണ്. പക്ഷെ ഭക്തി കാണിക്കുന്നത് ആരോടാണ്? എവിടെയാണ് അവർ വിധേയത്വം നൽകുന്നത്? എങ്ങോട്ടാണ് അവർ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നേയില്ല. പൂർണ്ണമായിട്ടും അനർഹനായ ചില സംഗതികളെ ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് അവയോട് ഭക്തിയും ആദരവും അതുപോലെ ആരാധനയും ഒക്കെ കാണിക്കുക എന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, പക്ഷെ ആളുകളിൽ അധിക പേരും
ഇക്കാര്യം മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ല. മുനീബീന ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് മുഖം തിരിച്ചവരായി നിലകൊള്ളുക. കുനു മുനീബീന ഇലൈഹി എന്ന് നമുക്ക് ആ വാചകത്തിൽ നിന്ന് നിവർത്തി പറയാം. ഇതൊരു നിർദ്ദേശമാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനി എന്ന് മുകളിൽ പറഞ്ഞ പോലെ കുനു മുനീബീന ഇലൈഹി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അവനിലേക്ക് മനസ്സിനെ, മുഖത്തെ ഒക്കെ തിരിച്ചു വെച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരായിട്ട് നിങ്ങൾ മുന്നേറുക. മുനീബീന ഇലൈഹി, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയത്വം കാണിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളുക. വത്തഖൂഹു, നിങ്ങൾ അവനോട് ഭയഭക്തിയുള്ളവരാവുക. ഒരേ ഒരു ദൈവമാണുള്ളത്. വിധേയത്വം കാണിക്കാനും അടിമപ്പെടാനും ഒക്കെയായി, ആരാധന കാണിക്കാനും ഒക്കെ ആയിട്ടുള്ളത് ഒരേ ഒരു ദൈവമാണ്. ആ ദൈവത്തിനോട് നിങ്ങൾ മുനീബായിട്ട് അവനിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ചവരായിട്ട് നിങ്ങൾ നിലകൊള്ളുക. വത്തഖൂഹു, അവനോട് ഭക്തിയുള്ളവരായിട്ട് നിങ്ങൾ നിലകൊള്ളുക. എന്നിട്ടോ വഅഖീമുസ്സലാത്ത, ആ വിധേയത്വവും ഭക്തിയും തഖ്വയും അതുപോലെ മനസ്സിന്റെ ആ ചായ്വ് കാണിക്കലും അത് നിലനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ പ്രഖ്യാപനമായിട്ട്, അത് നിരന്തരം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? വഅഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തണം. അള്ളാഹുവിനുള്ള വിധേയത്വം നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് നമസ്കാരം. ഒരാളുടെ ജീവിതത്തിൽ മതപരമായി ഏറ്റവും ഏറെ തവണ നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഒരു ദിവസം ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഒരാൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ അവനുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടും അവന്റെ സഹായം തേടിയും താൻ അവനാണ് അടിമപ്പെട്ടിരിക്കുന്നത് എന്നത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ടും വന്നു നിന്ന് നിർവഹിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ ഒരു ആരാധനാ കർമ്മം. അപ്പോ വിധേയത്വം അള്ളാഹുവിനുള്ളതായി, ഭക്തി കാണിക്കൽ അവനോടായിക്കൊണ്ട് അവന്റെ മുന്നിൽ അത് സ്വയം വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത്, നമസ്കാരം. വഅഖീമുസ്സലാത്ത, അതിനുവേണ്ടി നീ നമസ്കാരം നിർവഹിക്കുക. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നീ ബഹുത്വത്തിന്റെ ആളുകളിൽ പെടരുത്. അള്ളാഹുവിനോടുള്ള ഏകാഗ്രതയോടുകൂടിയുള്ള ഭക്തിയും വിധേയപ്പെടലും അവന് അടിമപ്പെടലും അതിൽ പങ്കാളികളെ ചേർക്കുന്ന ഒരു അടിസ്ഥാനപരമായ പിഴവ് ചെയ്യുന്നവനായിട്ട് നീ മാറരുത്. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, അത് ജീവിത നിലപാടുകളെ തന്നെ മാറ്റിമറിക്കും. ജീവിതത്തോട് ഉള്ള സമീപനം, ജീവിത ദർശനം, സമൂഹത്തോടുള്ള നിലപാട്, സ്വന്തത്തോടുള്ള നിലപാട്, ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണ് ഈ വിധേയത്വം അള്ളാഹുവിന് നൽകേണ്ടതിന് പകരം അള്ളാഹുവിനോടൊപ്പം വേറെ ആർക്കെങ്കിലും ഒക്കെ നൽകുക എന്നത്. അങ്ങനെ ചെയ്യുന്നവനായിട്ട് നീ ഒരിക്കലും മാറരുത്. തഖ്വ വേണം. ആരോടാ തഖ്വ കാണിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. മനസ്സ് പാകപ്പെടുത്തി വിധേയപ്പെടുത്തി നിർത്തണം. ആർക്കാണ് വിധേയപ്പെടുത്തേണ്ടത്? സ്രഷ്ടാവായ റബ്ബിനോടാണ്, വേറെ ആർക്കുമല്ല. അനർഹരായവർക്ക് നിന്റെ വിധേയപ്പെടലും അടിമത്വവും നീ നൽകി നീ മുശ്രിക്കുകളിൽ പെടരുത്. ബഹുത്വത്തിന്റെ ആളായി മാറരുത്. ബഹുത്വം എന്നത് വേറെ പല താല്പര്യങ്ങളുടെയും കാരണമായി ഉടലെടുത്തിട്ടുള്ള സംഗതികളാണ്. അതില് 2 വിധത്തിൽ കാണും. ഒന്ന്, താൻ തന്നെയാണ് എല്ലാറ്റിനും പോന്നവൻ എന്ന ഒരു ഔദ്ധത്യ ബോധം ഉണ്ടാവുക വഴി അയാള് സ്വന്തത്തെ തന്നെയായിരിക്കും ഈ ആരാധ്യനായിട്ട്, സ്വന്തത്തെ തന്നെയായിരിക്കും അനുസരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളൊരു നിലപാടിന് ശിർക്ക് എന്ന് ആണ് പറയാം. തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു നിഗളിപ്പോട് കൂടിയുള്ള ജീവിതം നിർവഹിക്കുന്ന ആള്. പല ധിക്കാരികളും അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. രണ്ടാമത്തത്,
അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റു പലർക്കും വിധേയത്വം നൽകിക്കൊണ്ട് മറ്റു പലരോടും അടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. ഇത് രണ്ടും തുല്യമായ അപകടമുള്ള ശിർക്കിന്റെ വഴികളാണ്. നമ്മളെ തന്നെ അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ളവനും അംഗീകരിക്കപ്പെടേണ്ടവനും ഞാൻ തന്നെയാണ് എന്ന രീതിയിൽ ഒരു നിലപാടെടുക്കുന്ന ആളുകൾ, അത് പച്ചയായിട്ടും ശിർക്ക് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റുള്ള പലരെയും അവരില് ശക്തി സ്വയം പ്രകടിപ്പിക്കുന്നവരുണ്ടാവും, അടിച്ചേൽപ്പിക്കുന്നവരുണ്ടാവും, പലതും ഉണ്ടാവും. അവരെയൊക്കെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ദിവ്യത്വത്തിൽ പങ്കാളിത്തം ഉള്ളവരായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് വിധേയപ്പെടുക, ഇതാണ് ശിർക്കിന്റെ മറ്റൊരു രൂപം. രണ്ടും തുല്യമായ വിധത്തിൽ അപകടമുള്ളത് തന്നെയാണ്. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ അള്ളാഹുവിന് വിധേയത്വം നൽകിയവരായിക്കൊണ്ടാണ് നിലകൊള്ളേണ്ടത്, മുശ്രിക്കുകളായിട്ട് നിങ്ങൾ മാറരുത്. എന്നിട്ട് അവരുടെ ചില പ്രത്യേകതകൾ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. മിനല്ലദീന ഫറഖൂ ദീനഹും, തങ്ങളുടെ ദീനിനെ പിളർത്തി, വകാനൂ ശിയഅൻ, പല സംഘങ്ങളായി മാറിയിട്ടുള്ളവരാണ് അവർ. പ്രകൃതിപരമായി അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഫിത്രത്തുണ്ട്. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ, അള്ളാഹു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ശുദ്ധ പ്രകൃതം. ആ ശുദ്ധ പ്രകൃതമാണ് ദീനുൽ ഖയ്യിം. ആ ദീനിനെ വികലമാക്കി, അതിനെ തുണ്ടം തുണ്ടമാക്കി, പല സംഘങ്ങളും വിഭാഗങ്ങളുമാക്കി മാറ്റിയിട്ട് അതിൽ ഓരോന്നിന്റെയും പുറകെ പോകുന്ന ആളുകൾ, അവരാണ് ഈ മുശ്രിക്കുകൾ. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ന്യായമായിട്ടും ആ ഘട്ടത്തില് ഇത് ഇസ്ലാമിക സമൂഹത്തിന് അകത്തുള്ള ഒരു പ്രശ്നമായിട്ട് പറയുന്ന കാര്യമല്ല. അത് പറയുന്ന വേറെ ആയത്തുകളുണ്ട്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് മക്കയിലും പരിസരത്തും ഒക്കെ അന്ന് ഉണ്ടായിരുന്ന ശിർക്ക് അധിഷ്ഠിതമായിട്ടുള്ള മതവിഭാഗങ്ങളെ, അത് യഥാർത്ഥത്തിൽ ദീനുൽ ഖയ്യിമിൽ നിന്ന് പിളർന്നു പോയിട്ടുള്ള വിഭാഗങ്ങളാണ്. കാരണം മനുഷ്യന്റെ ആദ്യത്തെ ദീന് ഈ ദീനുൽ ഖയ്യിമാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയപ്പെടുക എന്ന മതമാണ് ആദ്യത്തെ മതം. അതിൽ നിന്ന് പിളർന്ന് സംഘങ്ങളായി മാറിപ്പോയ പല വഴികളുമാണ് ഇന്ന് പല പേരുകളിലും അറിയപ്പെടുന്ന, നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മതങ്ങളൊക്കെയും തന്നെ. അപ്പൊ ഈ മുശ്രിക്കുകള് ആരാണവര്? മിനല്ലദീന ഫറഖൂ ദീനഹും, തങ്ങളുടെ ദൈവികമായി കരഗതമായിരുന്ന ശുദ്ധ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദീനുൽ ഖയ്യിമിനെ പിളർത്തിക്കളയുകയും വകാനൂ ശിയഅൻ, എന്നിട്ട് പല സംഘങ്ങളായി മാറുകയും ചെയ്ത ആളുകൾ. എന്നിട്ടോ കുല്ലു ഹിസ്ബിൻ, ഓരോ സംഘവും കരുതുകയാണ്, ബിമാ ലദൈഹിം ഫരിഹൂൻ, അവരുടെ പക്കലുള്ളത് ഏറ്റവും ഉത്തമമായതാണ് എന്ന നിലക്ക് അതില് ആഹ്ലാദത്തിലാണ്. പരിശോധിക്കാൻ പോലും, ബുദ്ധിപരമായ ഒരു പരിശോധനക്ക്, യുക്തിപരമായ ഒരു പരിശോധനക്ക് വിധേയമാക്കാൻ പോലും കൂട്ടാക്കാതെ തങ്ങളുടെ കയ്യിലുള്ളത് ഗംഭീരമാണ് എന്ന വിധത്തില് ആഹ്ലാദിച്ചുകൊണ്ട് കഴിയുകയാണ് ഈ ശുദ്ധ ദീനിൽ നിന്ന്, ശുദ്ധ മതത്തിൽ നിന്ന്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് പിളർന്നു പോയി പല സംഘങ്ങളായി മാറിയ ഈ വിഭാഗങ്ങള് അങ്ങനെയാണ് ചെയ്യുന്നത്. അവര് പൈതൃകമായിട്ട് എന്തൊക്കെ അവരുടെ പൂർവികരിൽ നിന്ന് കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അതാണ് ഏറ്റവും ശരി എന്ന നിലക്ക് അവര് അതിൽ ആഹ്ലാദിച്ചുകൊണ്ട് കഴിയുകയാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഇത് സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആളുകളുടെ കാര്യത്തിലും ബാധകമായ ഒരു 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 വിഷയമാണിത്. പൂർവികരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഏറ്റുവാങ്ങി എന്ന കാരണത്താൽ ഒരു ജീവിത ദർശനവും സത്യമാവാൻ
സത്യമാവുക എന്നത് അനിവാര്യമല്ല. ചിലരുടെ കാര്യത്തിൽ അത് സത്യമാവും, മറ്റു പലരുടെയും കാര്യത്തിൽ അത് അസത്യവുമാവും. ഏത് സംഘത്തില് പെടുന്നു, ഏത് മതസമൂഹത്തിൽ പെടുന്നു എന്നതല്ല, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പരിശോധിച്ചുകൊണ്ട് സത്യമായത് പിന്തുടരുക എന്നതാണ് മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്, അല്ലെങ്കിൽ വേറൊരു ക്രൈസ്തവ കുടുംബത്തിലാണ്, ഒരു യഹൂദ കുടുംബത്തിലാണ് എന്നത് ഞാൻ ആ മാർഗം പിന്തുടരാനുള്ള ഒരു ന്യായമേ അല്ല. മറിച്ച് സത്യം എന്താണ് എന്നത് പരിശോധിച്ച് പടച്ച തമ്പുരാൻ തന്നിരിക്കുന്ന ബുദ്ധിയും യുക്തിബോധവും പ്രയോജനപ്പെടുത്തി ശരിയുടെ മാർഗം കണ്ടെത്തുകയും അത് പിന്തുടരുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാക്കിയിട്ടുള്ള, അവന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങൾ നിലക്കൊള്ളുന്നത് തെറ്റായ കുടുംബപരമായ പല പ്രതിബദ്ധതകളുടെയും മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങിയ സംഗതികളെ കണ്ണടച്ച് പിന്തുടരുക എന്നൊരു വഴിയിലുമാണ് താനുള്ളത് എന്ന കാര്യം പോലും തിരിച്ചറിയാതെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ വിഭാഗവും അവരുടെ കൈകളിൽ ഉള്ളതിന്റെ കാര്യത്തിൽ അതിന്റെ പേരിൽ ആഹ്ലാദിക്കുന്നവരായിട്ടാണ് നിലകൊള്ളുന്നത്. മനുഷ്യൻ എന്തുമാത്രം ബുദ്ധിശൂന്യനായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഓരോരുത്തരും ജനിച്ച മതസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ, എന്നിട്ട് അവയുടെ ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നു മാത്രമേ ശരിയാവുകയുള്ളൂ എന്നും പറയുകയാണെങ്കിൽ അള്ളാഹു വലിയ അനീതിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കാണേണ്ടി വരും. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും സത്യമാർഗത്തിലല്ലല്ലോ അവരുടെ കുടുംബ പശ്ചാത്തലം എന്നുള്ളത്. അവര് ജനിച്ചു വീഴുന്നത് അങ്ങനെ സത്യമാർഗം പിൻപറ്റുന്ന മാതാപിതാക്കളുടെ മക്കളായിട്ടല്ല ബഹുഭൂരിപക്ഷവും ജനിക്കുന്നത്. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പൂർവികരുടെ മതം അതേപടി പിന്തുടരുകയാണ് വേണ്ടിയിരുന്നതെങ്കിൽ, എന്നിട്ട് മതങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് സത്യമാർഗമാണ്, ബാക്കിയുള്ളത് പിഴവാണ് എന്ന് പറയുന്നുവെങ്കിൽ വലിയ ഒരു അബദ്ധമായിരിക്കും അള്ളാഹു ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാ മനുഷ്യർക്കും യുക്തിപരമായി കാര്യങ്ങളെ വിലയിരുത്താനും ബുദ്ധിപരമായി മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. സത്യമേത് അസത്യമേത് എന്ന് ചികഞ്ഞ് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് സത്യമാർഗം പിന്തുടരാനുള്ള അവസരവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ജനിച്ചത് ഏത് കുടുംബത്തിൽ, ഏത് സമൂഹത്തിൽ എന്നതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിലകൊള്ളുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും അബദ്ധമാർഗത്തിലൂടെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാകും. അതല്ല അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം. മറിച്ച് ഓരോരുത്തരും അവരുടെ കയ്യിലുള്ളതിന്റെ പേരിൽ കയ്യിലുള്ളതിന്റെ പേരിൽ ആഹ്ലാദിക്കുക എന്ന ഒരവസ്ഥ അഭിലഷണീയമായ ഒരു കാര്യമായിട്ടല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. ഇപ്പൊ ഞാൻ ക്രൈസ്തവനായിട്ടാണ്, ക്രൈസ്തവ സമൂഹത്തിലാണ് ജനിച്ചത്, എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പല തെറ്റായ രീതികളിലേക്കും പോയിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, എനിക്ക് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഞാൻ വേണ്ടത്. മറിച്ച് സത്യം എന്താണ് എന്നത് പരിശോധിച്ച് മനസ്സിലാക്കി സത്യമാർഗം ഉൾക്കൊള്ളുക എന്നതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതാണ് പിൻപറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ദീനുൽ ഖയ്യിമാണ്. ഋജുവായ ശരിയായ സത്യാധിഷ്ഠിതമായിട്ടുള്ള ദീന്. അത് ഫിത്രത്തല്ലാഹില്ലത്തി ഫത്രന്നാസ അലൈഹ എന്ന് പറഞ്ഞ അള്ളാഹു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ദീനാണ്. അതാണ് ദീനുൽ ഖയ്യിം. അതാണ് ഏറ്റവും ഋജുവായ മാർഗം. അത് ഏതാണ് എന്നത് കണ്ടെത്തുകയാണ് മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് റൂമിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്.
ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ മറ്റൊരു അവസരത്തിൽ പരിഗണിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.